നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യാരാധന ചാപ്പലുകൾ സ്ഥാപിതമായ ശേഷം മെക്സിക്കോയിൽ കൊലപാതകങ്ങൾ വൻതോതിൽ കുറഞ്ഞതായാണ് അടുത്തിടെ ഒരു പഠനം വെളിപ്പെടുത്തിയത്. 2010 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ സിയൂദാദ് ജുവാറസ് എന്ന മെക്സിക്കൻ പട്ടണത്തിൽ നടന്നിരുന്ന കൊലപാതകങ്ങളുടെ എണ്ണം 3766 നിന്നും 256 ചുരുങ്ങിയതായി പഠനത്തിലുണ്ട്. ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തിയെ തിരിച്ചറിഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യ ചാപ്പലുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ഫാദർ പട്രീസിയോ ഫിലിമെൻ എന്ന വൈദികനാണ്. തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ സ്ഥലത്ത് ശാന്തത കൈവന്നത് ഇങ്ങനെ ഫാദർ പട്രീസിയോയുടെ ഉദ്യമത്തിലൂടെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്ക മുഴുവൻ നിത്യാരാധന ചാപ്പലുകൾ പണിയുന്നതിൽ ഫാദർ പട്രീസിയോ ഫിലിമെൻ എന്ന വൈദികൻ മുഖ്യ പങ്ക് വഹിച്ചു. ദിവ്യകാരുണ്യ ചാപ്പലുകൾ സ്ഥാപിച്ചതിനു ശേഷം അനേകം അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടായെങ്കിലും 8 വയസ്സുകാരനായ ഒരു മെക്സിക്കൻ ബാലന്റെ ജീവിതത്തിലുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവം ഏറെ സന്തോഷത്തോടെയാണ് ഫാദർ പട്രീസിയോ പങ്കുവയ്ക്കുന്നത്. മിഷണറീസ് ഓഫ് അവർ ലേഡി ഓഫ് ദി ബ്ലസ്ഡ് സാക്രമെന്റ് സന്യാസ സഭയാണ് മെക്സിക്കോയിലെ യുക്കാറ്റിനിലെ മെർദിയായിൽ ആദ്യമായി നിത്യാരാധന ചാപ്പൽ ആരംഭിച്ചത്. ഇവിടെ ഒരിക്കൽ ദിവ്യബലി അർപ്പിച്ച ഫാദർ പട്രീസിയോ ഇപ്രകാരം പറഞ്ഞു: പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരെ യേശു 100 മടങ്ങ് അനുഗ്രഹിക്കും. പ്രാർത്ഥനയുടെ മണിക്കൂറിനായി യേശു നിങ്ങളെ ക്ഷണിക്കുന്നു. 1 മണിക്കൂർ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഉണർന്നിരിക്കാൻ കഴിയുകയില്ലേ എന്ന് യേശു നിങ്ങളോട് ചോദിക്കുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ 8 വയസ്സുകാരനായ കുഞ്ഞു ഡീഗോയും എത്തിയിരുന്നു. വൈദികന്റെ വാക്കുകൾ അവനെ ഏറെ സ്പർശിച്ചു. പ്രസംഗത്തിൽ ആകൃഷ്ടനായ ആ ബാലൻ തന്റെ പിതാവിന്റെ മദ്യപാനം മാറുവാനും ദാരിദ്ര്യം മാറുവാനും കുടുംബത്തിൽ സന്തോഷമുണ്ടാകാനും വേണ്ടി പ്രഭാതത്തിൽ 3 മണിക്ക് ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ ജാഗരണ പ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു. കുഞ്ഞു ഡീഗോ തന്റെ ആഗ്രഹം അമ്മയോട് പറഞ്ഞു. ഡീഗോയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ആ അമ്മ പ്രാർത്ഥനയ്ക്കായി തന്റെ മകനെ കൂട്ടി ദിവ്യകാരുണ്യ ചാപ്പലിലേക്ക് പോയി. തുടർച്ചയായി ഒരാഴ്ച അവൻ അമ്മയുടെ ഒപ്പം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. 2ാമത്തെ ആഴ്ചയിൽ തന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി അവൻ പിതാവിനെ ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു. എങ്കിലും അവൻ പ്രാർത്ഥന മുടക്കിയില്ല. കുഞ്ഞു ഡീഗോയുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യ ഉത്തരമെന്ന നിലയിൽ 1 മാസത്തിന് ശേഷം ആ പിതാവും നിത്യാരാധനയിൽ പങ്കെടുക്കാനെത്തി. ദിവ്യകാരുണ്യ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ അദ്ദേഹം യേശുവിൽ ഒന്നായി. മദ്യത്തിന് അടിമയായിരുന്ന ആ പിതാവ് തന്റെ ശീലം പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, ഭാര്യയോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനും തുടങ്ങി. ആ കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥ പൂർണ്ണമായും മാറി. ചുരുക്കി പറഞ്ഞാൽ 8 വയസ്സുകാരനായ ഒരു ബാലൻ ഡീഗോ ദിവ്യകാരുണ്യത്തിൽ അർപ്പിച്ച പ്രത്യാശ കൊണ്ട് ഒരു കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചു. താൻ കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ കുഞ്ഞു ഡീഗോയുടെ ജീവിത സാക്ഷ്യം ഏറെ സന്തോഷത്തോടെയാണ് ഫാദർ പട്രീസിയോ പങ്കുവച്ചത്. ഓരോ നിത്യാരാധന ചാപ്പലും യേശുവിന്റെ ഹൃദയത്തിൽ വിശ്രമിക്കാനുള്ള സ്ഥലമാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു 8 വയസ്സുകാരൻ ദിവ്യകാരുണ്യത്തിൽ അർപ്പിച്ച വിശ്വാസം എത്രമാത്രം വലുതാണെന്ന് കുഞ്ഞു ഡീഗോയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രായത്തിന് നമ്മൾ ഏറെ വളർന്നവരാണെങ്കിലും ജീവിക്കുന്ന യേശുവിന്റെ നിറസാന്നിധ്യമായ ദിവ്യകാരുണ്യത്തോട് ചേർന്നാണ് നാം ജീവിക്കുന്നത്. ഒരു ഗോതമ്പപ്പത്തോളം ചെറുതായി നമ്മുടെ വരവിനെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യത്തെ അവഗണിച്ചവരാണോ നാം? നമുക്കൊന്ന് വിലയിരുത്താം.